നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പൂരം നക്ഷത്രയാത്രയെ സംബന്ധിക്കുന്നത് തന്നെയാണ്. പൂരം നക്ഷത്രയാത്രയുടെ ഓരോ പ്രായത്തിലുള്ള ദശാകാലങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തു പോരുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മളിന്നിവിടെ ചെയ്യുന്നത് പൂരം നക്ഷത്രയാത്രയ്ക്ക് 51 വയസ്സ് മുതൽ ഏകദേശ കണക്കാണ് കേട്ടോ. 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴദശാകാലം ആണ്. ഈ വ്യാഴദശാകാലം എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോ. ഏതൊരു പൂരം നക്ഷത്രയാതനം ജനിക്കുന്നത് ശുക്രദശാകാലത്തിലാണ്. ശുക്രദശയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. ആ വ്യക്തിയുടെ ജനന സമയം വെച്ചുകൊണ്ട് നമ്മൾ കണക്കൂട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ ചില പൂര നക്ഷത്രയാതർക്ക് 20 ദിവസമായിരിക്കും ശുക്രദശ കിട്ടുക, ചിലർക്ക് 20 മാസമായിരിക്കാം, ചിലർക്ക് 20 വർഷമായിരിക്കും. അങ്ങനെയുള്ളൊരു കണക്ക് വ്യത്യാസം പ്രാരംഭ ദശയിൽ ഗർഭശിഷ്ട ദശയിൽ വരും. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ശുക്രദശ 20 വർഷം എന്ന് പറയുന്നതിൻ്റെ നേർപകുതിയാണ് ആദ്യത്തെ ദശാകാലമായിട്ട് പരിഗണിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പരിഗണിക്കുമ്പോൾ പൂര നക്ഷത്രയാത്രയെ സംബന്ധിച്ച് അവർ ജനിക്കുന്നത് ശുക്രദശാകാലത്തിലാണ്. ഏകദേശം 10 വയസ്സ് വരെ ശുക്രദശാകാലം. അതിനുശേഷം 6 വർഷം സൂര്യദശാകാലം, അപ്പോൾ 16 വയസ്സ് വരെ സൂര്യദശ. അതിനുശേഷം ചന്ദ്രദശ 10 വർഷം, അപ്പോൾ 26 വയസ്സ് വരെ ചന്ദ്രദശ. വീണ്ടും 26 വയസ്സ് മുതൽ 7 വർഷം ചൊവ്വാദശ, 33 വയസ്സ് വരെ ചൊവ്വാദശ. 33 വയസ്സ് മുതൽ 18 വർഷം രാഹുർദശ, അപ്പോൾ 51 വയസ്സ് വരെ. 51 വയസ്സ് മുതൽ 16 വർഷം വ്യാഴദശ, അതായത് 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെ വ്യാഴദശാകാലമാണ് പൂരം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് പറയാവുന്നത്. ഈ വ്യാഴദശാകാലം എന്ന് പറയുമ്പം പലരും നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ഇപ്പോൾ അവർ നല്ല വ്യാഴദശയാണ്, നല്ല സമയമാണ്. ആ ഒരു പൊതുവെയുള്ളൊരു അഭിപ്രായം തികച്ചും തെറ്റാണ്. കാരണം വ്യാഴം ദശാനാഥനായിട്ട് വരുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് നല്ല കാലം വരണമെന്നില്ല. ആ വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം ശുഭഫലദാതാവായിട്ടാണോ നിൽക്കുന്നത് അതോ അശുഭ ഫലദാതാവായിട്ടാണോ നിൽക്കുന്നതെന്ന് ആശ്രയിച്ച് മാത്രമാണ് ഫലങ്ങൾ ഗുണദോഷമോ എന്ന് തീരുമാനിക്കപ്പെടുന്നു. ഇനി ഗുണകരമായിട്ടുള്ളൊരു വ്യാഴമാണെന്ന് വിചാരിക്കും. ജാതക പ്രകാരം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യാഴമാണ്, വ്യാഴത്തിൻ്റെ ദശാകാലമാണ് എന്ന് കരുതിയാൽ പൂര നക്ഷത്രത്തെ സംബന്ധിച്ച് 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ളൊരു കാലം ഏകദേശം വിവിധ കാര്യങ്ങൾ സാധിക്കാനിടയുള്ളൊരു കാലഘട്ടമായിട്ട് വിലയിരുത്താം. അതിൽ പ്രധാനമായിട്ടും വ്യാഴത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം ആരോഗ്യവും സമ്പത്തുമാണ്. സാമ്പത്തിക ഉന്നതി, സാമ്പത്തികമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാൻ വ്യാഴം സഹായിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത കിട്ടുന്നു. ധാരാളം ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ഭാഗ്യത്തിൻ്റെ കടാക്ഷമില്ലായ്ക മൂലം ജോലി ലഭിക്കാതെ പോയിരുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യ കടാക്ഷം വ്യാഴം ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷാഭിപ്രായം. അതുപോലെ തന്നെ ഭൂമി ലാഭം, സ്വന്തമായിട്ട് 10 സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു 2 സെൻറ്റോ 3 സെൻറ്റോ എങ്കിലും വാങ്ങിക്കാൻ സാധിക്കും. അതിലൊരു ചെറിയ വീട് വയ്ക്കാൻ സാധിക്കും. സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും ഒരു വീട് വയ്ക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നാളിതേ വരെ ബിസിനസ് താഴോട്ടാണ് അല്ലെങ്കിൽ തളർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് മൂലം ബിസിനസ്സിൽ വലിയ തോതിലുള്ള ധനലാഭം. ഞാനൊരു ദശാകാലത്ത് ആഡംബര സദൃശമായ ഭവനങ്ങളിൽ ഉറങ്ങണമെന്നാണ്. ആഡംബര സദൃശമായിട്ടുള്ള ഭവനങ്ങൾ ആ ജാതകൻ്റെ കൈവശം വരണം. വില കൂടിയ വാഹനങ്ങൾ കൈവശം വരണം. മധുരപലഹാരങ്ങൾ ആവോളം വിളമ്പുന്ന സൽക്കാര വേദികളിൽ ഇവർ സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരതിൻ്റെ ഭാഗഭാക്കാക്കണം. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കണം. കുടുംബത്തിൽ ജാതകൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ മരുമക്കളുടെയോ ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കണം. വീടിൻ്റെ നമ്മൾ പറയാറില്ല, തറവാട്ട് മുറ്റത്തൊരു പന്തുളിയണം എന്നതുപോലുള്ള മംഗളകർമ്മം. ഗൃഹനിർമ്മാണം, ഗൃഹത്തിൻ്റെ പാല് കാച്ചുന്നത് പോലെയുള്ള മറ്റേ മംഗളകർമ്മം. കുഞ്ഞുങ്ങളുടെ നൂലുകെട്ട് പോലെയുള്ള മംഗളകർമ്മം. അതായത് വിവിധ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടന്നു മാറണം. വ്യാഴം ശുഭനാണെങ്കിൽ, വ്യാഴൻ നല്ല നിലയിലാണെങ്കിൽ. അപ്പോൾ വ്യാഴദശാകാലത്ത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി, തൊഴിൽപരമായിട്ടുള്ള ഉന്നതി, തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ പ്രതികൂലമല്ല, ഗുണകരമായിട്ടുള്ളത്.
സ്ഥലമാറ്റങ്ങൾ, വ്യാവസായിക അഭിവൃദ്ധി, ആരോഗ്യ പുഷ്ടി, ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ശസ്ത്രക്രിയയിലൂടെ ആണെങ്കിൽ അവയ്ക്കൊക്കെ പരിഹാരം കാണുക. ഇങ്ങനെ വ്യാഴം ബലവാനായി നിൽക്കുമ്പോൾ ധാരാളം സാമ്പത്തിക ലാഭങ്ങളും ഐശ്വര്യശുദ്ധിയും ഉണ്ടാകും. വിവാഹമൊക്കെ നടക്കും. സെക്കൻഡ് മാരേജ് ആണെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ട് നല്ല ഒരു ബന്ധം വന്നത് നടത്താൻ പറ്റും. അപ്പം ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കാലത്ത് സ്വർണ്ണാഭരണങ്ങളുടെ ലാഭം, വജ്രം, രത്നം പോലുള്ളവയുടെ ലഭ്യത, സുഗന്ധദ്രവ്യങ്ങളുടെ പ്രാപ്തി, വില കൂടിയ വാഹനങ്ങളിലുള്ള യാത്ര, ഉന്നതരുമായിട്ട് അധികാരശ്രേണിയിൽ ഉന്നതരായിട്ട് നിൽക്കുന്നവരുമായിട്ടുള്ള വേദി പങ്കിടൽ, ഇങ്ങനെയുള്ള ഒരു ശുഭഫല ഘോഷയാത്രയായി ഏറ്റവും ഗുണകരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയാം. ഇനി വ്യാഴം ദോഷകാരകനാണെങ്കിലോ പ്രതികൂലമാണെങ്കിലോ കയ്യിലിരിക്കുന്ന ധനം കൂടെ ഇല്ലാതാകും. ഭൂമി, ഏതെങ്കിലും കേസ് വഴക്കൽ കുടുങ്ങി ഭൂമി ജപ്തി ചെയ്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ കടബാധ്യത കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ടി വരിക. അതിനിടയ്ക്ക് ഷുഗർ രോഗം പോലെയുള്ളവയുടെ ആധിക്യം, കർണരോഗം, ചെവി സംബന്ധമായ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, ശാരീരികമായിട്ട് എപ്പോഴും ക്ഷീണം, ഭർത്താവും ഭാര്യയും മക്കളും അച്ഛനും അമ്മയും മക്കളൊക്കെ തമ്മിൽ തല്ലി കലഹം, കണ്ടാൽ കത്തിച്ചളയുമെന്നും പറഞ്ഞ് നടക്കുന്നൊരവസ്ഥ. ചുരുക്കത്തിൽ ഒരു മനസമാധാനമില്ലാത്ത അവസ്ഥ. മനസമാധാനമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കയ്യിലാണ് 10 കാശുമില്ല. ഇനി വ്യാഴം പ്രതികൂലമായിട്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഇപ്പോൾ 1000 രൂപ കൂലി കിട്ടുന്ന ഒരു ജോലിക്ക് പോയി ഇവൻ ചെന്ന് നിൽക്കുകയാണെങ്കിൽ, ഈ ജാതകം ചെന്ന് നിൽക്കുകയാണെങ്കിൽ അവൻ 1000 കിട്ടത്തില്ല, 500 കിട്ടത്തുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള അർഹതപ്പെട്ട വേതനം പോലും തടയപ്പെടുന്ന അവസ്ഥ. സർക്കാരിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി കാലയിലെ ചെരുപ്പ് തെയ്യുമെന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. ഒരിടത്തും ഭാഗ്യമില്ല. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പ്രതികൂലമായി നിന്നാൽ ഒരു തരത്തിലും ഭാഗ്യമില്ല. എത്രയേറെ ഇനി സ്വന്തമായിട്ടുള്ള അന്നത്തെ അന്നം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോലും 2000 രൂപയുടെ പണി കഷ്ടപ്പെട്ട് ചെയ്താലും പ്രതിഫലമായിട്ട് ലഭിക്കുന്ന 500 രൂപയായിരിക്കും. അത് ചെയ്യുന്ന ജോലിയുടെ 4/1 മാത്രമേ പ്രതിഫലം ലഭിക്കൂ. വളരെ ദയനീയമായ അവസ്ഥയായി. രോഗദുരിതങ്ങളും സാമ്പത്തിക ദാരിദ്ര്യവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പെട്ടുപോകുന്നതിന് തർക്കമൊന്നും പാടില്ല. അതാണ് വ്യാഴം പ്രതികൂലമായ അവസ്ഥ. ഇതിനിടയ്ക്ക് വാഹനാപകടങ്ങളും വ്യാഴം പ്രതികൂലമായി വരാം. പക്ഷേ അതിൻ്റെ അകത്ത് ഇൻഷുറൻസ് പോയിട്ട് ഒരു 10 പൈസ കിട്ടത്തില്ല. സാമ്പത്തിക ദൗർലഭ്യം തന്നെയാണ് വ്യാഴം മറഞ്ഞു നിന്നാൽ വ്യാഴം മോശമായാൽ സംഭവിക്കുന്നത്. എന്നാൽ പോലും ഈ പൂരനക്ഷത്രയാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് വ്യാഴദശ എന്ന് പറയുന്നത് കുറച്ച് ഗുണകരമായിരിക്കും. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് സർവ്വകാര്യങ്ങളും സാധിക്കുന്ന തരത്തിലേക്കുള്ളൊരു ദശ കാലമായിട്ടാണ് ഇതിനെ ജ്യോതിഷത്തിൽ പ്രാഥമിക നിലയിൽ വിലയിരുത്തുന്നത്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാതകപ്രകാരം പരിശോധിച്ചാൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു വസ്തുത. എങ്കിൽ പോലും പൊതുവേ വിലയിരുത്തപ്പെടുന്നത് ഇവർക്ക് ഏകദേശം വ്യാഴദശ ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ്. ഇനി വ്യാഴം പിഴച്ചു എന്താ ചെയ്യുക? ജ്യോതിഷത്തിൽ പറയാറുണ്ട്, വ്യാഴം പിഴച്ചാൽ സർവം പിഴച്ചു എന്ന് പറയും. വ്യാഴം പിഴച്ചു എന്ത് ചെയ്യാൻ പറ്റും? വ്യാഴാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, മഞ്ഞൾ കുറി ധരിക്കുക, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ തൊടുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാം, സുദർശന ഹോമോ മഹാവിഷ്ണുവിന് പ്രീതികരമാകുന്ന ഏതാണെങ്കിലും എന്ത് വഴിപാടാണെങ്കിലും അവിടെ ചെയ്യാം. നെയ്പായസം, നെയ്വിളക്കടക്കം. രാവിലെ വ്യാഴാഴ്ച ദിവസം രാവിലെ ഒരു 8-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത്, വൈകുന്നേരം ഒരിക്കലും ചെയ്യരുത്. രാവിലെ 8-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത് മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണ്. തമിഴ്നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പറയുന്ന സമയത്തിന് വ്യാഴദോഷമുള്ളവർ മഞ്ഞൾ പാലിൽ കലക്കി കൊണ്ടുവന്നിട്ട് ഈ അരിയാലിൻ്റെ ചുവട്ടിൽ അഭിഷേകം ചെയ്ത് അതിൽ പറ്റി പിടിച്ച ശേഷം അതിൽ നിന്നും അല്പമെടുത്ത് കുറി വരയ്ക്കാറുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. അത് ജ്യോതിഷപരമായിട്ട് ഏതെങ്കിലും പ്രമാണങ്ങളെ സാധൂകരിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു വിശ്വാസവും കാണുന്നുണ്ട്. വ്യാഴദോഷത്തിനുള്ള പരിഹാരം മഹാവിഷ്ണു ഭജനം, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളുടെ ഉപയോഗം, ഇവയൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ
പൂരനക്ഷത്രജാതരുടെ വ്യാഴദശാകാലത്തെക്കുറിച്ച് ലഘുമായിട്ടൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ എല്ലാ നക്ഷത്രജാതരുടെയും ഓരോ സമയത്തും ദശാകാലത്തെക്കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. തുടർച്ചയായിട്ട് നമ്മളുടെ ചാനലുകൾ വീക്ഷിക്കുന്നവർക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ചോദിക്കുന്നുണ്ട്. അവർക്ക് അത് കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് പറയുന്നത്. ഞങ്ങളെ 9288115644 9288115644 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബന്ധപ്പെടാവുന്നതാണ്. തിരക്കുകൾ കൊണ്ട് മറുപടി നൽകുവാൻ അല്പം കാലതാമസം ഉണ്ടായാൽ പോലും ഞങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റുന്ന വിഷയങ്ങളിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ മറുപടി നൽകേണ്ടതുമാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. മറ്റ് വിവരങ്ങളുമായിട്ട് മറ്റ് വീഡിയോയിൽ സന്ധിക്കാം. അതുവരെ വണക്കം.